വന്യജീവി ആക്രമണം ഒഴിയാതെ ജനവാസ മേഖലകൾ കാട്ടാന ശല്യത്താൽ ദുരിതത്തിലായിരിക്കുകയാണ് തൃശ്ശൂർ അതിരപ്പള്ളിയിലെ ജനങ്ങൾ. ചാലക്കുടിപ്പുഴ കടന്നെത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്ന പതിവാകുന്നു. തുമ്പൂർ മുഴിയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഇന്നൊരു കട തകർത്ത് കളഞ്ഞു. കാട്ടാന ഇറങ്ങിയ വിവരം വനംവകുപ്പിനെ അറിയിച്ചിരുന്നെങ്കിലും വാഹനമില്ലാതിരുന്നതിനാൽ ഈ ജീവനക്കാർക്കാർക്കും സ്ഥലത്ത് എത്താൻ കഴിഞ്ഞില്ല. നാടിറങ്ങി കാടു തേടി അതിരപ്പള്ളിയുടെ വന്യത ആസ്വദിക്കാൻ എത്തുന്നവരിൽ പലരുമാണ് നമ്മളെല്ലാവരും. പക്ഷേ അതിരപ്പള്ളി നിവാസികളുടെ ജീവിതത്തിന് ആ കാടിന്റെ പോലും ഭംഗിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാടിറങ്ങിയെത്തുന്ന കാട്ടുകൊമ്പൻ മുതൽ കാട്ടുപന്നി വരെ അതിരപ്പള്ളിയുടെ മണ്ണിൽ വിതയ്ക്കുന്നത് ദുരിതം മാത്രമാണ്. ആ ദുരിത നോവിൽ ഉലയുകയാണ് അതിരപ്പള്ളി ജനതയാകെ. തുടർച്ചയായ കാട്ടാനാക്രമണങ്ങളിൽ അതിരപ്പള്ളി മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നതിനിടയിലാണ് ജീവനോപാധിയായ ഒരു കട തന്നെ കാട്ടാനാക്രമണത്തിൽ നഷ്ടമായത്. തുമ്പൂർ മുഴിയിൽ പ്രവർത്തിക്കുന്ന കൊന്നക്കുഴി സ്വദേശിനി സുഹറയുടെ കടയാണ് തകർത്തത്. പുലർച്ചെ 3 മണിയോടുകൂടി 5 ആനകളടങ്ങുന്ന സംഘമാണ് കട ആക്രമിച്ചത്. കാട്ടാന പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന വിവരം വനംവകുപ്പിന് പ്രദേശവാസികൾ അറിയിച്ചിരുന്നു. എന്നാൽ ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനിലെ കൊന്നക്കുഴി ഫോറസ്റ്റ് ഓഫീസിൽ വാഹനമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് എത്താനായിരുന്നില്ല. പിന്നീട് ഇരുചക്രവാഹനങ്ങളിലടക്കം പ്രദേശത്തേക്ക് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴേക്കും ആനക്കൂട്ടം നാശം വിതച്ചു. ഇന്നലെ അർദ്ധരാത്രിയിലും തുമ്പൂർമുഴി മേഖലയിൽ കാട്ടാന ആക്രമണം ഉണ്ടായപ്പോഴും അവിടെയുള്ള പ്രദേശവാസികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിക്കുകയുണ്ടായി. എന്നാൽ വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ് ആദ്യം അവർ അറിയിച്ചത്. പിന്നീട് അവർ മറ്റ് 2 വീലറും മറ്റുള്ള സ്വകാര്യ വാഹനങ്ങളിലൊക്കെ എത്തിപ്പെട്ടപ്പോഴേക്കും ആക്രമണം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ഭീതിയാണ് ഈ വലിയൊരു മേഖലകളിൽ വണ്ടി ഇല്ലാത്തത് കൊണ്ട് നേരിടേണ്ടി വരുന്നത്. ഇതിനെത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായവും ജനപ്രതിനിധികളുടെ അഭിപ്രായവും. ചാലക്കുടിപ്പുഴ കടന്നെത്തുന്ന കാട്ടാനകൾ പ്രദേശത്തെ വീടുകളും കൃഷിത്തോട്ടങ്ങളും അടക്കം ആക്രമിക്കുന്നത് നിത്യസംഭവമാണ്. വൈദ്യുത വേലികളടക്കം ഫലപ്രദമല്ലാത്തതാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങാൻ ഇടയാക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആരോപണം. വേനൽ കൂടി അടുക്കുന്നതോടെ ഭക്ഷണവും വെള്ളവും തേടിയെത്തുന്ന വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കും. ഈ സാഹചര്യത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ വന്യജീവികളെ തടയുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ വാഹനങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കിയാൽ മാത്രമേ മേഖലയിലെ വന്യജീവി ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയൂ. തോട്ടം മേഖലയിലും വന്യജീവി ആക്രമണം ശക്തമായതോടെ തൊഴിൽ ചെയ്തു പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അതിരപ്പള്ളി നിവാസികൾ. വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ പോലും നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് ഇന്നും അതിരപ്പള്ളിയിലുള്ളത്. ആധുനിക വൈദ്യുത വേലികൾ സ്ഥാപിച്ചും ശാസ്ത്രീയമായ നടപടികളിലൂടെയും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നതാണ് അതിരപ്പള്ളിക്കാരുടെ ന്യായമായ ആവശ്യം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. മിനി ബാബു പറഞ്ഞു കേട്ടു, ഇന്ന് 4 മണിക്ക് കറണ്ട് പോയല്ലോ SKN. മിനി ബാബു അങ്ങനെ കറണ്ട് പോയതല്ല, എനിക്ക് മനസ്സിലായി. 3:30 നമ്മൾ സംപ്രേഷണം ചെയ്ത നമ്മുടെ വി അരവിന്ദൻ അവതരിപ്പിക്കുന്ന പരിപാടി കണ്ടാണ് താങ്കൾ ഇത് സംശയിക്കുന്നത് എനിക്ക് മനസ്സിലായി. അരച്ചിൽ ഗലാട്ട എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:30 നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്ന് പുതിയ എപ്പിസോഡാണ് സംപ്രേഷണം ചെയ്തത്, അല്ലാതെ കറണ്ട് പോയതല്ല. കറണ്ട് പോയെങ്കിൽ പിന്നെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് തിരിതിരിക്കേണ്ട, മനസ്സിലായല്ലോ. നമ്മളിനി മറ്റൊരു സ്റ്റോറിയിലേക്ക് പോകുന്നു. നമുക്കതിനു മുമ്പ് ഒരു സുഹൃത്ത് ആര്യങ്കാവിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ബാലനാണ്, കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ നിന്ന് വിളിക്കുന്നത്. ബാലൻ, നമസ്കാരം, പറഞ്ഞോളൂ. ആര്യങ്കാവിൽ എന്താ വിശേഷം? നമസ്കാരം സാറേ. പറഞ്ഞോളൂ, വിവരങ്ങൾ പറഞ്ഞോളൂ. സാറേ, ഞങ്ങൾക്ക് ഈ തൊഴിലുറപ്പിൽ പെൻഷൻ കിട്ടുന്നില്ല. രണ്ടാമത് വന്ന് ഞങ്ങൾക്ക് 6 മാസം പെൻഷൻ കിട്ടാനുണ്ട്, ഈ മറ്റേ 60 വയസ്സിന്റെ. ഓക്കെ ബാലൻ, ശരിക്കും ഇതൊരു ഒന്നും ഇപ്പൊ ഒരു സ്ഥലമില്ല സാറേ. ബാലൻ, ഇത് ആര്യങ്കാവിലെ മാത്രം പ്രശ്നമല്ല, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പെൻഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതിന് തിരക്കിട്ട ചില പരിഹാരങ്ങൾ കണ്ടുപിടിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്നതും മറ്റൊരു നേരാണ്. എന്തായാലും സർക്കാരിൻ്റെ ശ്രമം വിജയിക്കട്ടെ. ബാലനും ഈ പെൻഷനും അതുപോലെയുള്ള തൊഴിലുറപ്പിൻ്റെ പൈസയൊക്കെ കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ബാലൻ, വിളിച്ചതിന് വളരെ സന്തോഷം.